മുത്തച്ഛാ മുത്തച്ഛ എന്താടാ ചെറുക്ക? കഥ പറഞ്ഞ് താ മുത്തച്ഛ. ആ ശരി, ഒരു കോളേജിന്റെ കഥ പറയാം. അയ്യേ കോളേജോ? കോളേജ് ഫുള്ള് റൊമാൻസും പൈങ്കിളിയും ഒക്കെ അല്ലേ. മാസം എല്ലാം ഉണ്ടേ പറ. ഇത് മാസല്ലാന്ന് ആരാ പറഞ്ഞേ? ഇതൊരു സംഭവമാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെയും ആക്രമിക്കപ്പെട്ടവരുടെയും സംഭവം. അവരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ഒരു രക്ഷകന്റെ സംഭവം. തരമാന സംഭവം. സൂര്യവർദ്ധം പ്രിൻസിപ്പാളിന്റെ റിട്ടയർമെന്റിന് ശേഷം ശങ്കരയിൽ ആക്രമണ സംഭവങ്ങൾ പതിവായി. എങ്ങും അക്രമങ്ങൾ. ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത് PTA പ്രസിഡന്റ് അരവിന്ദാക്ഷ മേനോന്റെ മകൻ ഋഷിരാജ്. എനിക്ക് ചുമലപ്പോപ്പിൻസ് തരില്ലടാ. താടിക്ക് പിടിക്കണോ അണ്ണാ? ഇവരെ ഫിനിഷ് ചെയ്യട്ടോ. കടവുളേ ഒന്നും വേണ്ടായിരുന്നു. കുട്ടിയെല്ലാം പോറ്റ് അണ്ണനും കിട്ടിയില്ലേ നമ്മളെ രക്ഷിക്കാനായിട്ട്? ആരെങ്കിലും വരവണ്ണ? വരും. ന്യൂനമർദ്ദമുണ്ടാകുമ്പോൾ പ്രളയം വരും. മേഘങ്ങൾ ഉരസുമ്പോൾ ഇടിമിന്നൽ വരും. അതുപോലെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടുക്കാൻ അവനും വരും. അവന്റെ വരവിൽ ഈ കോളേജ് കുലുങ്ങും. ഒരു ഭൂകമ്പം തന്നെയുണ്ടാകും. കുലുങ്ങുന്നു. അവൻ വന്നു. വിടൂ വിടൂ. നിന്നെ വിടാനാണോടി ഞാൻ പിടിച്ചത്? ഇന്നൊക്കെ ഒരു പുലി. വിടൂ. ഈ കാബാലികന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും ഇല്ലേ? അടങ്ങി നിക്കടി. എന്റെ ബ്രാൻഡ് ഷർട്ട് പൊടിയാക്കുന്നോളാ. വന്ന് തൂക്കടാ. ബ്രാൻഡഡ് ഷർട്ടിൽ പൊടി പറ്റിയാൽ തൂത്ത് കളയാൻ പറ്റും. പക്ഷേ ആ പറ്റിയ പൊടി തന്നെ ഒരു ബ്രാൻഡാണെങ്കിലോ സർ? ആദ്യ മാത്രയിൽ തന്നെ മൈനാക്ഷിയിൽ അനുരാഗം പൊട്ടിവിടർന്നു. അങ്ങനെ അങ്ങ് പോയാലോ? വാടാന്നാ.
ജയിച്ചു. പോ അവിടുന്ന്. കള്ളൻ. അയ്യോ, അതിന്റെ ഇടയ്ക്ക് ഇതിനെല്ലാം കാരണമായതാരാ? ഞാൻ. അവനാ വഴി കൂടെ ഓടിയിട്ട് എന്റെ പൊന്നോ. അടിച്ചു തല്ലി ഒന്നും അവസാനിച്ചിട്ടില്ല. ഋഷിരാജ് മേനോന്റെ അച്ഛൻ അരവിന്ദാക്ഷ മേനോന് ഒരു മകൻ കൂടിയുണ്ട്. അതാരാടാ അരവിന്ദ്? ഹർഷവർദ്ധൻ മേനോൻ. മോനെ ഹർഷു, എന്റെ സമയം എത്താറായിടാ. നീ നിന്റെ അനിയൻ ഋഷിരാജ് മേനോനെയും അമ്മ നിത്യ മേനോനെയും നോക്കിക്കാണേട്ടോ. ഞാൻ നോക്കിക്കോളാം പപ്പ, ഞാൻ നോക്കിക്കോളാം. മോനെ, നമ്മുടെ സാമ്രാജ്യത്തിന് മേലെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. മയൂർമുഖ പറയൂ പപ്പ. എന്തോ വലിയ അപകടം വരുന്നു, എന്തോ വലിയ അപകടം വരുന്നു. പറയടാ. അണ്ണാ, നമ്മൾ അനിമുട്ടന്മാര് ഒന്ന് പെട്ടെന്ന് വേണ്ട. മോനെ, ഋഷിമോൻ ഹാപ്പിയാണോ? വീട്ടിലൊരു തവള കയറി വന്നാൽ അതിനെങ്ങനെ ഫ്രൈ അടിച്ച് തിന്നാമെന്ന് വിചാരിക്കുന്നവരാണ് നമുക്ക് ചുറ്റും. എന്നാൽ അവരാരും ആ തവളയ്ക്ക് പിന്നാലെ വരാൻ പോകുന്ന പാമ്പിനെ കുറിച്ച് ചിന്തിക്കാറേയില്ല. തവളയ്ക്ക് പിന്നാലെ വരുന്ന പാമ്പിനെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ പെരിയവരെ. പക്ഷേ ആ പാമ്പിന് പിന്നാലെ വരുന്ന പരുന്തിനെ നിങ്ങൾക്കറിയില്ല. മൈനാക്ഷി, പോരിന് തയ്യാറല്ലേ? നിങ്ങളോ? ഞാൻ തയ്യാർ. ഞാനും തയ്യാർ. ഓ മുതച്ച അടിപൊളി കഥ. കയ്യിലെ രോമൊക്കെ എണീറ്റ് നിൽക്കണ്. എനിക്ക് എന്തായാലും പക്ഷെ ഇപ്പൊ സമയമില്ല, കളിക്കാനുള്ള സമയമായി. കൂട്ടുകാർ ഇപ്പൊ വരും. അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ കഥ കേൾക്കാം. ഓക്കെ, ടാറ്റാ. അയ്യോ, അല്ല, അപ്പൊ ഈ മൈനാക്ഷിക്ക് എന്തു പറ്റി? മോനെ ഫൈസി, എന്തോ പൂപ്പ? ആ മൈനാക്ഷി ആരാന്ന് നിനക്കറിയോ? ആരാ? അന്റെ ഉമ്മൂമ്മ, അമ്മൂമ്മ. ഉമ്മൂമ്മയോ? അപ്പോ മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശന്റെ തന്നെ കഥയാ? അപ്പൊ മുത്തച്ഛനാണോ ഗ്യാങ്സ്റ്റർ? മോനെ, ഇനിയും കഥകൾ വേണോ?